നമസ്കാരം. ഞാനിന്നിവിടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഇടത്തരം വലിപ്പമുള്ള ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വട്ടത്തിലോ 4ആയിട്ട് മുറിച്ചോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു വയ്ക്കാം. കശുവണ്ടി, ഉണക്കമുന്തിരി, ഏലക്ക ചതച്ചത് 4ഓ 5ഓ ഏലക്ക ചതച്ച് വയ്ക്കുക. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. 1/2 കപ്പ് തേങ്ങാപ്പീര, 1/4 കപ്പ് പഞ്ചസാര, 2 കപ്പ് ഗോതമ്പ് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് നെയ്യും ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയും കൂടെ വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. അത് നന്നായി കുഴച്ച് നമ്മളിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നു. നല്ല മയത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആ ചൂടായ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടെ ഇട്ട് നമ്മൾ നന്നായി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നു. ഇതായിട്ടുണ്ട്. ഇതേ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ആ പഞ്ചസാരയൊക്കെ ഇതിലൊന്ന് അലിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഉടച്ച് എടുക്കണം നമ്മൾ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച കിസ്മിസും കശുവണ്ടിയും ഏലക്കയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ആദ്യം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ ഈ ഉരുളകളാക്കി നമ്മൾ പരത്തി പൂരിയുടെ അത്രയും വലിപ്പം മതിയാവും. പൂരിയുടെ വലുപ്പത്തിൽ പരത്തി അതിലേക്ക് നമ്മൾ ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് സമോസയുടെ ആകൃതിയിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. ഇലയുടെ ആകൃതിയിൽ ഒരെണ്ണം ഞാനിത് ചെയ്തു. ഒരെണ്ണം ഞാൻ മോമോസിൻ്റെ ഷേപ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരെണ്ണം സമോസയുടെ ഷേപ്പിൽ ഒരെണ്ണം ചെയ്യുന്നത്. ഇതൊരു പഴയ അച്ചാണ് എൻ്റെ കയ്യിൽ, സമോസയുടെ അച്ച്. അപ്പോൾ അത് വെച്ചിട്ട് സമോസയുടെ ആകൃതിയിൽ ഞാൻ ഒരെണ്ണം ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ സമോസ നമ്മളിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശം നമ്മൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ ഷേപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് പലതും പല ഷേപ്പിലാണ്. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇത് നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വേറെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനവും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണം. അപ്പോൾ വീണ്ടും വേറെ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു. വിനോദപ്രദവും വിജ്ഞാനപ്രദവുമായ കൂടുതൽ വീഡിയോകൾക്ക് സ്പ്രെഡ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.